ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖം തന്നെയാണ്. നമ്മുടെ പാലക്കാട് ഏറ്റവും വലിയ ക്രൂരതകൾ നടക്കുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ടല്ലോ പോലെ ഉണ്ട് തോന്നുന്നത് കേട്ടോ. ഏറ്റവും ഭംഗിയുള്ള സ്ഥലം പാലക്കാടാണെന്നുള്ള വന്നതിൻ്റെ പിന്നാലെയാണ് കൊലപാതകങ്ങളുടെയും ആക്സിഡൻറ്റുകളുടെയും മരണത്തിൻ്റെയും ഒരുപാട് ഉയരങ്ങളിലാണ് ഇപ്പോൾ പാലക്കാട് നിൽക്കുന്നത്. ഒരു 2019 ഒരു കൊലപാതകം നടത്തി ജയിലിൽ പോയ പ്രതി 4 വർഷങ്ങൾക്ക് ശേഷം അവന് ജാമ്യം കൊടുത്ത് പരോളിലിറക്കിയതാണ്. പരോളിലിറക്കിയിട്ട് ആ കൊലപാതകം ചെയ്ത ആ പെൺകുട്ടിയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും 2 ആളെ അവൻ്റെ ലിസ്റ്റിലുണ്ടത്രേ. കാരണം പക. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അവന് മാനസിക രോഗമാണെന്നാണ്. മാനസിക രോഗമാണെങ്കിൽ ജയിലിലാണോ കടത്തേണ്ടത്? മാനസിക രോഗം എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാനസിക രോഗാശുപത്രിയിലേക്കല്ലേ മാറ്റേണ്ടത്. അവർക്ക് എങ്ങനെ പരോള് കൊടുക്കും? ഇതിനൊക്കെ ഉത്തരവാദി ഗവൺമെൻറ് അല്ലേ. ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് അമ്മ നഷ്ടപ്പെട്ടു, അച്ഛനും അച്ഛനമ്മയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരും നഷ്ടപ്പെട്ടു. ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയും കൊല്ലില്ല എന്ന് ആര് കണ്ട്? എന്നൊരു പ്രതി മുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതി ഒളിവിലാണ്. അവൻ ഇനി ആരും ഇല്ലാത്ത സമയത്ത് വന്ന് ഇവർ ഒന്നും ചെയ്യില്ലെന്ന് ആരെ കണ്ട്? അപ്പോഴും പോലീസ് കൈമലർത്തും. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇവർ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ യാതൊരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല. അവനെ വിളിച്ച് അവൻ ചോദിച്ചത്ര ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരണമെന്ന്. കാരണം ജയിലിൽ പരമസുഖമാണെന്ന് എനിക്കറിയാം. ഒരു കൊല ചെയ്താലും 10 കൊല ചെയ്താലും ശിക്ഷ ഒന്ന് തന്നെയാണ്. അത് തൂക്കിക്കൊല്ലില്ല എന്നുള്ളത് ഇവർക്ക് നല്ലോണം വിശ്വാസമുണ്ട്. അതിനുള്ള നിയമമൊന്നുമില്ലല്ലോ. കൊന്നവനെ കൊല്ലണ നിയമമൊന്നുമില്ലല്ലോ. ജയിലിൽ സുഖവാസം, ഇറച്ചിയും മീനും മട്ടനും ചപ്പാത്തിയും ബിരിയാണിയും ഒക്കെ തിന്ന് തട്ടിച്ച് കൊഴുത്ത് നാട്ടിലാണെങ്കിൽ പണിയെടുക്കണം. അതാകുമ്പോൾ അത്യാവശ്യം പണിയെടുത്ത് ശമ്പളവും കിട്ടും, തിന്നാനും കിട്ടും. അപ്പോൾ പിന്നെ കൊലപാതകം ചെയ്യുന്നതിന് ഇപ്പോൾ എന്താ ഇപ്പോൾ തെറ്റ് അല്ലേ? കൊല ചെയ്യുക, ജയിലിൽ പോവുക, സുഖിച്ച് ജീവിക്കുക, ഇതൊരു പതിവാക്കിക്കണം ഇപ്പോൾ ആൾക്കാർ. വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു കോഴിനെ അറക്കുന്ന കണ്ടാൽ തന്നെ നമുക്കൊക്കെ ഒരു പേടിയാണ്. അത്രയും കൂടി അറപ്പും ചളിപ്പും ഇല്ലാത്ത ജന്മങ്ങളായിട്ടുണ്ട് ഇപ്പോഴത്തെ മനുഷ്യന്. അതൊക്കെ ഈ മയക്കുമരുന്നും ഈ മദ്യലഹരിയും ഇതൊക്കെ ഇവരെ ഇങ്ങനെ ആക്കി തീർക്കുക. ജയിലിലും എല്ലാം കിട്ടുമല്ലോ. ഇപ്പോൾ ജയിലിലും എന്ത് വേണമെങ്കിലും കിട്ടും. പോലീസുകാർക്ക് അതിന് കൂട്ടാണ്. പോലീസുകാർക്ക് ഇവർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലീസ് ഇതിന് നടപടി എടുത്തിട്ടില്ല. ഇവനക്ക് എന്തിന് ജാമ്യം കൊടുത്ത്, അല്ലെങ്കിൽ ഇവനക്ക് എന്തിന് പരോള് കൊടുത്ത്? ഇപ്പോൾ 2 കൊന്നു. ഇനി ഇവൻ കൊല്ലില്ലേ? ഇവൻ ഒളിവിൽ പോയിട്ട് ഇനി രാത്രിയോ എപ്പോഴെങ്കിലും വന്ന് ഇനി ആരെയും കൊല്ലില്ല എന്ന് ഇവരാരെ കണ്ട്? ഈ നിയമം എന്തിനാണ്? ഒരു പെണ്ണിനെ എന്തോ ഒരു ഭാഷ പറഞ്ഞതിൻ്റെ പേരിൽ പിടിച്ച് അയാളെ ജയിലിലിട്ടു. അങ്ങനത്തെ ആൾക്കാർ എന്താ പറയുക? ഒരു നിയമം കൊന്നവനെ കൊല്ലാനാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടൊരു വക്കീലുണ്ട്, റെഡി ആയിട്ടിരിക്കുന്നു. ഏതാ കൊലപാതകികൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഗ്രീഷ്മനെ അയാൾ കൊല്ലില്ല, തൂക്കിക്കൊല്ലാൻ വിധിക്കില്ല അവൾക്കെന്നാണ് പറയുന്നത്. കൊണ്ടുവരട്ടെ, അവരൊക്കെ കൊണ്ടുവരട്ടെ. നാട്ടിൽ ക്രൂരതകൾ ഇനിയും നടക്കട്ടെ, നാട് മുടിയട്ടെ. നമ്മുടെ പാലക്കാട് കുറച്ച് ശാന്തതയോടെ സ്നേഹം അങ്ങും പകർന്നൊക്കെ ജീവിച്ചൊരു നാടാണ് നമ്മുടെ പാലക്കാട്. ഇത്രയും ക്രൂരത ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മുടെ പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. ഈ പെൺകുട്ടിക്ക് ഇനി ആരാണുള്ളത്? പാവം. ഇനി അതിനെ കൊല്ലാന്നാരെ കണ്ട്? അപ്പോൾ ആ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ നിയമം അതിനെതിരെ തന്നെയാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടി പറയുന്നത് ശരി തന്നെയാണ്. ആ കുട്ടി പറയുന്നത് ആരുടെ ജീവനാണ് ഇപ്പോൾ ഇവിടെ ഒരു വില ഉള്ളത്? ആർക്കാണ് ഇവിടെ ഒരു ആശ്വാസമുള്ളത്? ആര് കൊല്ലില്ല? ആക്സിഡൻ്റ് ആണെങ്കിൽ പറയണ്ട. റോഡ് പണി നടത്തിയിട്ട് അതിൽ ആക്സിഡൻറ്റ്. പാലക്കാട് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കൊലവിളികളുടെയും ഒക്കെ നാടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാലക്കാട് എത്ര നല്ല നാടായിരുന്നു അറിയോ? ആ പാലക്കാടാണ് ഈ മാതിരി നശിച്ച നിലയിലേക്ക് മാറിയിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ നിയമം തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാർ. അത് നമ്മൾ പ്രത്യേകം പറയാൻ കാരണം കൊന്നാലും ശിക്ഷ, ജയിലിൽ സുഖമാണ് എന്നുള്ളതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. പണ്ടൊക്കെ ജയിലിൽ ഭക്ഷണം ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയല്ല. ജയിലിൽ ചപ്പാത്തിയോ ഇറച്ചിയും മട്ടൻ എല്ലാം കിട്ടുമെന്നറിയാം. ഈ ക്രൂരതകളുടെ എണ്ണം അങ്ങനെ കൂട്ടിയിട്ട് ഈ അറുങ്കൊല ചെയ്തിട്ട്
എത്ര ജനങ്ങൾക്ക് പേടി സ്വപ്നമായി. ആ നാട്ടിൽ ജീവിക്കാൻ തന്നെ ആൾക്കാർക്ക് പേടിയായി. ഇതിപ്പോൾ ആ നാട്ടിലെന്നല്ല, ആ രാജ്യത്ത് പാലക്കാട് ജില്ലയിൽ ഏത് ഭാഗത്തും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ആർക്കും ആരെയും പേടിയൊന്നുമില്ല. പോലീസിന് കൈയൊഴിയുക വേഗം. കാരണം പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്തെങ്കിലും ചെയ്താൽ ഈ നാട്ടുകാർ തന്നെ പോലീസിനെതിരെയും തിരിയും. അതുകൊണ്ട് കേട്ടോ, എല്ലാം കൊണ്ടും നശിച്ച കേരളം. എവിടേക്കാണ് കേരളത്തിൻ്റെ പോക്ക് എന്നാണ് ചോദിക്കേണ്ടത്. അവൻ ജയിലിൽ നിന്ന് സുഖിച്ച് വന്നതാണ്. അവനിക്കറിയാം, ഇനി 2 3 4 കൊന്നിട്ട് പോയാലും അവനക്ക് ആ ജയിലത്തെ സുഖവാസം തന്നെ കിട്ടും എന്നുള്ളത് അവൻ നല്ലോണം ഉറപ്പിച്ചിട്ട് അതിന് വേണ്ടി മാത്രം പരോളിലിറങ്ങി വന്നവനാണ് അവന്. ഈ നിയമം എന്തിനിവനെ പരോളിലയച്ച്? ഇവനിക്ക് അവിടുത്തെ MLA പറയുന്നുണ്ട് അവനിക്ക് കുറച്ച് മാനസിക വിഭ്രാന്തിയാണെന്ന്. അങ്ങനത്തെവരെ മാനസികാരോഗ്യ ആസ്പത്രിയിലല്ലേ അയക്കേണ്ടത്? അവരെ പരോളിലയക്കാൻ ആരാണ് നിയമം കൊടുക്കുന്നത്? ഈ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? കൊന്നവനെ കൊല്ലണ കാലം വരണം. അല്ലെങ്കിൽ ഇതും നടക്കും, ഇതിൻ്റെ അപ്പുറം നടക്കും. 1 കൊല ചെയ്താലും 10 കൊല ചെയ്താലും ഒന്നാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇവർ ഇത്രയും 1 കൊല ചെയ്താൽ പിന്നെ അവർക്ക് കയ്യറപ്പ് തീർന്നു. പിന്നെ അവർക്ക് വെട്ടാനും കൊല്ലാനും ഒന്നിനും ഒരറപ്പും ഉണ്ടാവില്ല അവർക്ക്. ഇനിയും ഇതേപോലെ തന്നെ ചെയ്യണമെങ്കിൽ ഇനിയും വന്നിട്ട് ഇനിയും വേറെ ആൾക്കാരനൊക്കെ വെട്ടിക്കൊല്ലും. അപ്പോൾ ഇത് ആൾക്കാർക്കൊരു പ്രചോദനമാണ് ഇനി കൊല്ലുന്നവർക്ക്. കാരണം കൊന്നാലും ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. ജയിലിൽ പോയി കിടന്നാൽ പണിയെടുക്കണ്ട. അത്യാവശ്യം എന്തെങ്കിലും പണിയെടുക്കാം, 4 തിന്നാനും കിട്ടും, സുഖമായി കിടന്നുറങ്ങും ചെയ്യുക. TV ഉണ്ട്, എല്ലാ ആഴ്ചയിലേക്ക് മട്ടനുണ്ട്. ഇവിടെ കൂലിപ്പണി ചെയ്ത ഒരു ദിവസം ശമ്പളം വേണം മട്ടൻ വാങ്ങിക്കാനെങ്കിൽ. അവിടെ ആകുമ്പോൾ സുഖമായി മട്ടനും കിട്ടും, ചപ്പാത്തി ഉണ്ട്, എന്ത് വേണമെങ്കിലും സുന്ദരമായ ജീവിതമാണ് ഇപ്പോൾ ജയിലിൽ. ഈ നിയമം മാറ്റണം. ജയിലിൽ പണ്ടത്തെ ഭക്ഷണം കൊണ്ടുവരണം. എന്തിനാണ് ജയിലിൽ ഇങ്ങനെയൊക്കെ കൊലപാതകികളും അങ്ങനത്തെ ആൾക്കാരിനെ കൊണ്ടുവന്ന ജയിലിൽ എന്തിനാണ് ഇത്രയും നല്ല ഭക്ഷണങ്ങൾ കൊടുക്കേണ്ട ആവശ്യം? ഈ ഗവൺമെൻറ്റിന് എന്തിൻ്റെ നിയമമാണിത്? ഇവിടെ നാട്ടിലെ ആൾക്കാർ പട്ടിണി കിടക്കുകയാണ്. ജയിലിൽ സൂക്ഷിക്കാൻ വേണ്ടി പണ്ടാരങ്ങളെ ജയിലിൽ കഴിക്കുക, എന്നിട്ട് സൂക്ഷിച്ച് തീറ്റ പണ്ടാരങ്ങളാക്കി തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക. ഈ നിയമങ്ങൾ ആദ്യം മാറ്റണം. വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആൾക്കാരന് പറയണം, വേറെ ആരും പറയും. എന്തിന് ജുഡീഷ്യറി? ഇപ്പോഴത്തെ ജുഡീഷ്യറി പണ്ടൊക്കെ ജഡ്ജിമാർ കണ്ണ് കെട്ടിയിട്ടുള്ള എന്താ പറയുക, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആളിനെ നോക്കിയിട്ടാണ് ഇപ്പോൾ അവർ ജഡ്ജ്മെൻറ്റ് വിധിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക അതിനൊക്കെ? അവനിക്ക് മാനസിക വിഭ്രാന്തി അത്ര. അവനക്ക് ഒരു മാനസികമില്ല. തേണ്ടിത്തരാണ് അവൻ്റെ തേണ്ടിത്തരം. കൊന്നാലും ഇത്രയേ ഉള്ളൂ എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടാണ് അവന്, അല്ലാണ്ട് വേറൊന്നുമല്ല അവനിക്ക്. ഇനി ജയിലിൽ പോയി തിന്ന് സുഖിച്ച് കിടക്കാമല്ലോ. എല്ലാ സാധനവും മയക്കുമരുന്നായാലും എല്ലാം കിട്ടുമല്ലോ ജയിലിൽ. ഈ നിയമങ്ങൾ ആദ്യം കൊന്നവനെ കൊല്ലണ കാലം വരാണ്ടിരുന്നാൽ ഇതിനൊന്നും ഒരു അറുതിയും ഉണ്ടാവില്ല. ഇത് ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ പണ്ടൊക്കെ എവിടെയെങ്കിലും 1-2 സംഭവങ്ങളെ കൊലയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിത്യജീവിതത്തിലാക്കിയിരിക്കുന്ന ആൾക്കാരതിനെ. അതൊക്കെ കാരണം എന്താണ്? നിയമം. മരിച്ചവർക്ക് പോയി, അല്ലാണ്ട് ആർക്ക് പോയി? കാരണം എന്താണെന്ന് കേട്ടാലല്ലേ രസം. അവൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, ഇവൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഭാര്യ പിണങ്ങിപ്പോയി, അടുത്ത വീട്ടുകാരനെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? അതിന് വേണ്ടിയിട്ടാണ് 2019 ഇന്ന് കൊന്ന ആളുടെ ഭാര്യനെ വെട്ടിക്കൊന്നത്. അതിന് ശേഷം 4 വർഷം കഴിഞ്ഞിട്ട് പരോളിലിറങ്ങിയിട്ട് 2 മാസമായി ഇവന്. ഈ 2 മാസം ഇവന് കത്തി അരയിലും വെച്ചിട്ട് നടക്കുകയാണ്, വാൾ മൂർച്ച കൂട്ടിയിട്ട്. ഇവരെ കൊല്ലം 3-4 ലിസ്റ്റുണ്ട്. ഇവൻ്റെ ഭാര്യ പോകാൻ കാരണം അവരാണ് അത്ര. അവൻ്റെ കൊള്ളരുതായ്മയും കൊണ്ട് ഭാര്യമാർ പോയിട്ടുണ്ടെങ്കിൽ അടുത്തവരുടെ മെക്കെട്ട് കയറിയിട്ട് എന്താ കാര്യമുള്ളത്? എന്നിട്ട് മരിച്ചവരുടെ കുടുംബത്തിന് പോയി എന്നല്ലാണ്ട് ഈ വെട്ടിക്കൊന്നവർക്ക് എന്ത് നഷ്ടം വരാനാണ്? കള്ളും കുടിച്ച് മയക്കുമരുന്നും കുടിച്ച് നടക്കണവന്മാർക്ക് ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഒന്നും പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും. തെറ്റാണെങ്കിലും പിന്നെയും പറയുന്നു, ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും.